യു കാൺ കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? ഇപ്രാവശ്യം TCL 2025 അവരുടെ TVs പേരിട്ടപ്പോൾ ഇതാണ് വിചാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ വിയേർഡ് നെയിംസിൻ്റെ ഇടയിൽ വളരെ കുറച്ച് നല്ല പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് TVസും TCLൻ്റെ ഈ ലൈനപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് TCLൻ്റെ ഈ 2025 ലൈനപ്പ് ഓഫ് TVs ആണ് ഒന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 4 പാർട്ട് സീരീസ് ആണ്. പാർട്ട് 1, അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 32 ഇഞ്ച് TVനെ പറ്റിയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്. TCLൻ്റെ 2 ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യുന്ന പാർട്ട് 2ൽ നമ്മൾ 43 ഇഞ്ച് TVs ഇതേപോലെ TCLൻ്റെ 2025 ലൈനപ്പും 2024ഉം കമ്പയർ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പാർട്ട് 3ൽ നമ്മൾ 55 ഇഞ്ച് TVs ആണ് TCLൻ്റെ കമ്പയർ ചെയ്യുന്നത്. ലാസ്റ്റ് പാർട്ട് 4ൽ നമ്മൾ TCLൻ്റെ 65 to 75 ഇഞ്ച് TVസും കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അടിക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങളൊരു TV വാങ്ങുന്നതിനെ പറ്റിയുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓണൊക്കെ വരാൻ പോവല്ലേ, ഏറ്റവും അധികം ഓഫറും കേരളത്തിലൊക്കെ TV വാങ്ങുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. ഓണത്തിന് മുന്നേ നമ്മൾ എന്തായാലും കുറച്ച് പല ബ്രാൻഡുകളും കമ്പയർ ചെയ്തിട്ട് ഹൈസെൻസ്, സോണി, LG എല്ലാം കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് TV ഏതാണ് ആ പ്രൈസ് കാറ്റഗറിയിലും ആ റേഞ്ചിലും എടുക്കേണ്ടത് നമ്മൾ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ഇതേപോലെ ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സൈസസിലും. അതൊന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കൊടുക്കാം, മുകളിലും ലിങ്ക് ചെയ്യാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് ഈ മൂലയ്ക്ക് ഇതുപോലെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലെ സ്ക്രീനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 10,000ഉം 15,000ഉം ആണ്. നിങ്ങളൊരു TCL TV 32 ഇഞ്ച് സൈസിലാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു S4K S5K എന്ന് പറഞ്ഞ 2 മോഡൽസാണ് ഇപ്രാവശ്യം 2025 TCL ഇറക്കിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഷോപ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ 2024 ഈ മോഡൽസും കൂടെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഈ മോഡൽസും കൂടെ ചിലപ്പോൾ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. L4B 32 ഇഞ്ച്, S5500 AF ആൻഡ്രോയിഡ് TV, പിന്നെ S5500 ഗൂഗിൾ TV, പിന്നെ ഇപ്രാവശ്യത്തെ S5K S4K. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ 2024 കൂടെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത് എടുക്കണോ അല്ല 2025 തന്നെ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേബിൾ അതും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 TV ആൻഡ്രോയിഡ് TV ആണ്. അത് LED TV ടെക്നോളജിയാണ്. ആൻഡ്രോയിഡ് TVനേക്കാളും നല്ലത് ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് ഞാൻ എടുക്കേണ്ടെന്നാണ് അഭിപ്രായം പറയുന്നത്. ആൻഡ്രോയിഡ് TVയും ഗൂഗിൾ TVയും തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ലിങ്കും ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്തത് S5500 എന്ന് പറഞ്ഞത് ആ ആൻഡ്രോയിഡ് TVൻ്റെ ഗൂഗിൾ TV വേർഷനാണ്. കഴിഞ്ഞ കൊല്ലം ഇത് നല്ലൊരു വാല്യൂ ഫോർ മോഡൽ TV ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർക്ക് നമ്മളിത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ TVയും 2024 ആയതുകൊണ്ട് അതിപ്രാവശ്യത്തിന് നിങ്ങൾ അതിന് പോകണ്ട. S5Kയും S4Kയാണ് 2025 മോഡൽസ്. TCLൻ്റെ സ്പെക്സ് പേജിൽ ഇത് പറയുന്നത് QLED എന്നാണ്. പക്ഷേ എനിക്കത് അത്ര ഒരു ഉറപ്പില്ല QLED ആണെന്നുള്ളത്. എന്തായാലും LED TV തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഇതിൻ്റെ താഴെയുള്ള ടേബിളിൽ, ഈ വലിയ ടേബിളിൽ നിങ്ങൾ കാണുന്നത് ഈ അക്രോസ് ദ റേഞ്ച് TCLൻ്റെ എല്ലാ TVകളും സ്റ്റാർട്ടിങ് ഫ്രം S4K ഓൾ ദ വേ ടിൽ C7K വിച്ച് ഇസ് ദ ടോപ്പ് എൻഡ് മോഡൽ റൈറ്റ് നൗ ഇൻ ഇന്ത്യ 2025. അതിൻ്റെ എല്ലാ പ്രൈസസും ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന അന്ന് കിട്ടിയതുപോലെ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, വേണമെങ്കിൽ നിങ്ങൾ 32 ഇഞ്ചിൽ നിന്ന് 43 ഇഞ്ചിലേക്ക് പോകണോ അല്ല കുറച്ചും കൂടെ വലിയൊരു സൈസിലേക്ക് പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് എല്ലാ സ്ലൈഡിലും ഞാൻ ഈ പ്രൈസ് റേഞ്ചിൻ്റെ സ്ലൈഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് കമ്പയർ ചെയ്യാം, പോർട്സ് ആൻഡ് കണക്ടിവിറ്റി. ഇപ്പോൾ S4Kയും S5K 2 മോഡലിലും നമുക്ക് HDMI പോർട്ട് 3 പോർട്ട് കിട്ടുന്നുണ്ട്, USB 2 പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്പർ ഓഫ് പോർട്സ് നല്ലതാണ്. പക്ഷേ ഇതിലൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ HDMI ആർക്ക് ഫീച്ചർ ഇതിലൊന്നും TCL കൊടുത്തിട്ടില്ല, വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. സ്റ്റാർട്ടിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആർക്ക് ഫീച്ചർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊരു സൗണ്ട് ബാർ ഒക്കെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സോണി പ്ലേ സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ആർക്ക് ഫീച്ചർ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഇതിലേക്ക് TVയിലേക്ക് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ബഡ്ജറ്റ് ഇത്തിരി കൂട്ടേണ്ടി വരും. 43 ഇഞ്ച് TVകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 55 ഇഞ്ചിലേക്ക്. പിന്നെ TCLൻ്റെ പേജിൽ ഒപ്റ്റിക്കൽ പോർട്ടും ഇയർഫോൺസ്, അതായത് ഓഡിയോ ജാക്ക് ഔട്ടും ഫീച്ചർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ സ്പെക്സ് പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ എത്രമാത്രം നമ്മളൊരു സൗണ്ട് ബാറോ എക്സ്റ്റേണൽ സൗണ്ട് സിസ്റ്റം കൊടുത്താൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. പിന്നെ ബ്ലൂടൂത്ത് ഉള്ളത് കൊണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. പിന്നെ നിങ്ങൾ ടേബിൾ നോക്കിയാൽ LAN 2 ഇന്റർനെറ്റിൻ്റെ വയർ കണക്ട് ചെയ്യാം, വൈഫൈ ഫീച്ചറും ഉണ്ട് സ്മാർട്ട് TV ആയതുകൊണ്ട് തന്നെ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കമ്പയർ ചെയ്യാം, അതായത് ഓഡിയോ ആൻഡ് സൗണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്പീക്കർ കപ്പാസിറ്റി ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ S4K 13,000 റുപ്പിയും S5K 15,000 റുപ്പീസുമാണ്. രണ്ടും തമ്മിൽ 8 വാട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് S4K 16 വാട്ട് സ്പീക്കർ ആണെങ്കിൽ S5K 24 വാട്ട് സ്പീക്കർ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് സബ് വൂഫർ ഇല്ല, അതുകൊണ്ട് തന്നെ 2.0 എന്നുള്ള സ്പീക്കർ സിസ്റ്റമാണ് ഉള്ളത്. ഹൈ എൻഡ് മോഡൽസ് ആയ C7Kയിലൊക്കെ നമുക്ക് ബാങ് ആൻഡ് ഒളിഫ്സൺ, ഓങ്ക്യോ അങ്ങനത്തെ വളരെ പ്രശസ്തമായ ഓഡിയോ കമ്പനീസ് ഒക്കെ ട്യൂൺ ചെയ്ത സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് സ്റ്റാർട്ടിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്പീക്കർ ട്യൂണിംഗ് ഇതിലില്ല. പിന്നെ ഡോൾബി അറ്റ്മോസ് ഫീച്ചർ നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. ഡോൾബി ഓഡിയോ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ DTS X എന്നുള്ള ഇതും സൗണ്ട് ഇതും നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എക്സ്പെക്റ്റഡ് ആണല്ലോ. പിന്നെ 24 വാട്ട് സ്പീക്കർ വെച്ചിട്ട് S5K ആണ് അപ്പോൾ S4Kനേക്കാളും നല്ലത്. അപ്പോൾ ഒരു 2,000 റുപ്യൻ്റെ വ്യത്യാസം മാത്രമേ ഈ മോഡൽ തമ്മിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബെറ്റർ കുറച്ചും കൂടെ നല്ലൊരു ഓഡിയോ സിസ്റ്റത്തിന് പോകുന്നതായിരിക്കും. അപ്പോൾ S5K ആണ് ബെറ്റർ നിങ്ങളെ പ്രൈസ് ബഡ്ജറ്റ് 15,000 ആൻഡ് ബിലോ ആണെങ്കിൽ. ഇനി അടുത്തത് നമുക്ക് ഈ ടി വിയുടെ 32 ഇഞ്ചിലെ സിസ്റ്റം ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് റാം എത്രയുണ്ട്, സ്റ്റോറേജ് എത്രയുണ്ട് എന്നാണ്. റാം പ്രത്യേകിച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യുവാനും ടി വിൻ്റെ യൂസർ ഇൻ്റർഫേസ് കുറച്ചും കൂടെ ഫാസ്റ്ററും ആയിരിക്കും. അപ്പോൾ ഇതിൽ 2GB റാമാണ് ഉള്ളത്. സ്റ്റോറേജ് 8GB ആണ്. അതായത് നമ്മളെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പല OTT ആപ്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ കുറേ ഇത് ഈ സ്പേസ് എടുക്കുന്നതിനനുസരിച്ച് ടി വി ചിലപ്പോൾ സ്ലോ ആവാൻ, ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റാമും സ്റ്റോറേജും എപ്പോഴും നല്ലത് കൂടുതൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് മോഡലിലും 2GB 8GB തന്നെയാണ്. അപ്പോൾ അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ രണ്ടിലും സെയിം പ്രോസസ്സർ, MediaTekൻ്റെ പ്രോസസ്സർ, സ്റ്റാർട്ടിംഗ് പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൂഗിൾ TV ആണ് ഇതിൽ രണ്ടിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ TV ആണ്. ഇനി നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടി വിയുടെ ഡിസ്പ്ലേയും പാനലും നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടി വിൻ്റെ ഡിഫറൻസ്, ഈ മോഡൽസിൻ്റെ ഡിഫറൻസ് വരുന്നത്. S4K നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ HD മോഡലാണ്, അതായത് ഹൈ ഡെഫിനിഷൻ. ഇപ്പോൾ HD നിങ്ങൾ നോക്കിയാൽ 720p റെസൊല്യൂഷൻ വരുന്ന പാനലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ S5K നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD പാനലാണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത്, അതായത് 1080p റെസൊല്യൂഷൻ. അപ്പോൾ രണ്ട് മോഡലും തമ്മിൽ 2,000 റുപ്യ വ്യത്യാസമുള്ളൂ. നമ്മൾ പറഞ്ഞ ആ 2,000 കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 8 വാട്ട്സ് കൂടുതലുള്ളൊരു സ്പീക്കർ, 24 വാട്ട് സ്പീക്കറും S5Kയിൽ കിട്ടും. ഫുൾ HD റെസൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പാനൽ VA പാനലാണ്. സാധാരണ നമ്മളെ ഗെയിമിങ് അങ്ങനത്തെ ഒരു മോണിറ്റർ അങ്ങനത്തെ ഒരു ടൈപ്പ് പാനലാണ്, IPS അല്ല. അപ്പോൾ കുറച്ചും കൂടെ വ്യൂയിങ് ആംഗിൾസ് നിങ്ങൾ സൈഡിൽ നിന്നൊക്കെ വളരെ എക്സ്ട്രീം സൈഡിൽ നിന്നൊക്കെ ടി വി കാണാൻ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ VA പാനൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കോൺട്രാസ്റ്റും ഡാർക്ക് കളേഴ്സൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് രണ്ടിലും സെയിം ആണ്, 300 nits ആണ്, വിച്ച് ഇസ് ഫെയർലി ഓക്കെ. പിന്നെ കോൺട്രാസ്റ്റ് റേഷ്യോയിലാണ് കുറച്ചൊരു ഡിഫറൻസ് ഉള്ളത്. ഒരു 1000:1 നമുക്ക് ആക്ച്വലി S5Kയിൽ കൂടുതലാണ്, അതായത് 4000:1 ആണ് S5Kയിൽ, മറ്റതിൽ 3000 ആണ്. അപ്പോൾ തീർച്ചയായും കുറച്ചും കൂടെ കോൺട്രാസ്റ്റും നമുക്ക് ഈ S5Kയിൽ കൂടുതൽ ബെറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ പാനൽ 60 Hz റിഫ്രഷ് പാനലാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് നോക്കണ്ട. പിന്നെ ഫുൾ എറേ ലോക്കൽ ഡിമ്മിങ്ങോ അല്ലെങ്കിൽ ഡിമ്മിങ് സോൺസോ ഇതിലില്ല. കാരണം ഇതൊരു മിനി LED TV അല്ലാത്തത് കൊണ്ട് തന്നെ നോർമൽ QLED TV ആയതുകൊണ്ട് നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിക്ചറൊക്കെ കുറച്ചും കൂടെ ഒരു വൈറ്റിഷ് ആയിരിക്കും ബ്ലാക്ക് വരുന്ന സമയത്ത്. പിന്നെ ഡോൾബി വിഷൻ IQ ഇല്ല, IMAX എൻഹാൻസ്ഡ് അല്ല, HDR10+ ഇല്ല, പക്ഷേ HDR10 ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാനൽ വൈസ് S5K തന്നെയാണ് ബെറ്റർ. അപ്പോൾ 2,000 റുപ്യക്ക് നിങ്ങൾക്ക് നല്ലൊരു പാനലും കിട്ടും, കുറച്ചും കൂടെ നല്ലൊരു സ്പീക്കേഴ്സും കിട്ടും. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ പറയാം, S5K ഓർ S4K ഏതാണ് 2025 TCLൻ്റെ ബെറ്റർ 32 ഇഞ്ചിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണുമുട്ടി പറയാം S5K ആണ്. കാരണം ഫുൾ HD ആണ്, ബെറ്റർ റെസൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ള കാലത്തൊക്കെ മിനിമം ഫുൾ HD എങ്കിലും വേണം. 4K കണ്ടന്റ് ആണ് ഇനിയിപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ വരാൻ പോകുന്നത്. ബെറ്റർ സ്പീക്കേഴ്സ് ആണ്, 24 വാട്ട്, ബെറ്റർ കോൺട്രാസ്റ്റ് റേഷ്യോ, കുറച്ചും കൂടെ ഒരു ഡാർക്ക്നെസ്സും ഇതൊക്കെ കിട്ടും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യം, ഇതിൽ HDMI ആർക്ക് ഫീച്ചർ ഇല്ല. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്റ്റിക്കൽ ഓഡിയോ പോർട്സോ ഓഡിയോ ഔട്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ സ്പീക്കർ ഔട്ട് ഉണ്ടാവാം. അറ്റ്മോസോ, ഡോൾബി വിഷൻ അറ്റ്മോസോ അല്ലെങ്കിൽ DTX
എക്സോ സൗണ്ടിൻ്റെ DTXO ഇതിലില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പാരിസൺ. അപ്പം നിങ്ങളുടെ പ്രൈസ് ബഡ്ജറ്റ് അത്ര ടൈറ്റ് ആണ്, 15 ഓർ ബിലോ ദാറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി S5K എന്ന് പറഞ്ഞ മോഡലിനാണ് നിങ്ങൾ TCL 2025 പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. TCLൻ്റെ 2025 ലൈനപ്പിൽ 32 ഇഞ്ച് TV ഏതാണ് നല്ലത് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത സീരീസിൽ ഞാൻ പറഞ്ഞതുപോലെ 43 ഇഞ്ചും 55 ഇഞ്ചും 65 to 75 ഇഞ്ചും TCLൻ്റെ 2025 ലൈനപ്പും 2024 നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഓഫ് ദിസ് മോർണിംഗ്.